നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നതിനായി അദാലത്ത് നടത്തി. ആദ്യ ദിനം 72 പരാതികൾ തീർപ്പാക്കി. കർണാടക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദിയൊരുങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്കിലെ 1000 വനിതകൾക്ക് സൗജന്യ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സുമായി സീഡ് ഇന്റർനാഷണൽ. വ്യക്തിജീവിതത്തിലും കോഴ്സ് ഏറെ പ്രയോജനകരമാകുമെന്ന് അധികൃതർ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷമായി പിന്നോട്ടാണെന്ന് UDF. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് ഇത് വ്യക്തമാക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ലമുഗർ സ്വദേശി മുഹമ്മദ് ജലാലുദ്ദീനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി കോമ്പൗണ്ടിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പെൻഷനേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ പെൻഷൻ റിവിഷൻ കുടിശ്ശിക അനുവദിക്കുക, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സർക്കാർ തിരിച്ചെടുത്ത റവന്യൂ വരുമാനമായ 719 കോടി തിരിച്ചു നൽകുക, നോൺ പ്ലാൻ ഗ്രാന്റ് ബജറ്റിൽ അനുവദിച്ച നില കുടിശ്ശിക 667.41 കോടി അനുവദിക്കുക, 12ാം ശമ്പള 1 പെൻഷൻ പരിഷ്കരണം 1/7/2024 മുതൽ നടപ്പിലാക്കുക, വാട്ടർ അതോറിറ്റിയുടെ പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ക്യാമ്പസിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം പെൻഷനേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാട്ടർ ചാർജ് ഇനത്തിൽ ലഭിച്ച 719 കോടി രൂപയുടെ കാര്യം അത് നമുക്ക് സമയബന്ധിതമായി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കുടിശ്ശികകളും തീർത്ത ജീവനക്കാരുടെ അതുപോലെ തന്നെ പെൻഷൻകാരുടെയും തടഞ്ഞു വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ നൽകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാലാനുസൃതമായി നമുക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് നൽകേണ്ട ഗ്രാന്റിംഗ് എയ്ഡ് നമുക്ക് നൽകേണ്ട അതോറിറ്റിക്ക് നൽകേണ്ടതായ ഗ്രാന്റിംഗ് എയ്ഡ് 67 കോടി രൂപയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതും നമുക്ക് ലഭിച്ചിട്ടില്ല. പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VV അശോകൻ സ്വാഗതം പറഞ്ഞു. KWA പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രതിനിധി MV രാഘവൻ, KWA എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K വിനോദ്, KWA SA ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അരമന, KWAPC പ്രതിനിധി KV ദാമോദരൻ, KWA പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിനിധി കുമാരൻ നായർ, റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്രതിനിധി P മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. KWA പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധി K ദിനേശൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായാണ് അദാലത്ത് നടത്തിയത്. ആദ്യ ദിനം 72 പരാതികൾ തീർപ്പാക്കി. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ സിറ്റിംഗ് പുരോഗമിക്കുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് 2 ദിവസങ്ങളിലായുള്ള സിറ്റിംഗ് നടക്കുന്നത്. ആകെ 152 പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിക്കുന്നത്. ആദ്യ ദിവസം പരിഗണിച്ച 82 പരാതികളിൽ 70 എണ്ണവും തീർപ്പാക്കുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ പറഞ്ഞു. 2019 2 പരാതികൾക്കും 2020 3 പരാതികൾക്കും പരിഹാരമായിട്ടുണ്ട്. അത് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2022 ചുരുക്കം പരാതിയും 23 പരാതിയും 24 25 കുറച്ച് പരാതികളാണ് ഇനി ബാക്കി നാളെ കേൾക്കാനുള്ളത്. അതും മിക്കവാറും
തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്മീഷനുള്ളത്. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതു നാരായണൻ, ടി കെ വാസു, കമ്മീഷൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വി പ്രണവ്, ADM P അഖിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട് BV വിജയഭരത് റെഡ്ഡി എന്നിവർ പങ്കെടുത്തു. ജൂലൈ 31 പുളിക്കൂർ കൊറഗ ഉന്നതിയും അടുക്കസ്ഥല ഭജ കൊല്ലങ്ങാന മറാഠി ഉന്നതികളും കമ്മീഷൻ സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദിയൊരുങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്ക് പുതുമാനം നൽകിക്കൊണ്ടും സ്കൂളിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നും കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദിയൊരുങ്ങി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സഞ്ജീവ് AM മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ രൂപ സത്യൻ, പ്രസീജ A, സത്യവതി SR, തമ്പാൻ M, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹിയായ JN കാടകം, മദർ PTA പ്രസിഡന്റ് രഞ്ജിനി KR, സ്കൂൾ പ്രിൻസിപ്പാൾ മീര ജോസ്, SMC ചെയർമാൻ സുരേഷ് കുമാർ K, സീനിയർ അധ്യാപകനായ അജിത് KG തുടങ്ങിയവരും 2023-24 റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വിജയത്തിനായി പിന്നണിയിൽ പ്രവർത്തിച്ച വിവിധ സബ് കമ്മിറ്റി അംഗങ്ങളായ രാജൻ PP, രാജേഷ് A, ഹനീഫ OP, ജ്യോതി ചന്ദ്രൻ KP, സ്കൂൾ പാർലമെന്റ് കലാവേദി കൺവീനറായ സനീഷ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് PTA പ്രസിഡന്റ് സുരേഷ് കുമാർ K സ്വാഗതവും ഡോക്ടർ അശോകൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സീഡ് ഇന്റർനാഷണൽ കാസർഗോഡ് താലൂക്കിലെ 1000 വനിതകൾക്ക് സൗജന്യ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് നൽകുന്നു. വ്യക്തിജീവിതത്തിലും തൊഴിൽ രംഗത്തും ഈ കോഴ്സ് ഏറെ പ്രയോജനകരമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനം നിലനിൽക്കുന്ന മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ പദ്ധതി സൗജന്യമായി നടപ്പിലാക്കുന്നതെന്നും 5000-ലധികം അധ്യാപികമാരെ സംഭാവന ചെയ്യുവാനും 50,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ പഠിപ്പിക്കുവാനും കഴിഞ്ഞത് സീഡിൻ്റെ അഭിമാനകരമായ നേട്ടമാണെന്നും അധികൃതർ പറഞ്ഞു. കാസർഗോഡ് അതുപോലെ താലൂക്കിലെയും ഹോസ്ദുർഗ് താലൂക്കിലെയും വരുന്ന 1000 വനിതകൾക്ക് നമ്മൾ സൗജന്യമായി കമ്പ്യൂട്ടർ പരിശീലന പദ്ധതി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പഠിതാവിന് 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഓഫീസ് ഓട്ടോമേഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി നമ്മൾ നടത്തുന്നത്. അതും വനിതകളെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഇത് ചട്ടഞ്ചാലിലുള്ള നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ കോച്ചിങ് നടക്കുക. അപ്പോൾ ഒരു ദിവസം 7ഓളം സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത ബാച്ചുകളായിട്ട് നമുക്കൊരു ദിവസം 70ഓളം വരുന്ന ആളുകൾക്ക് അറ്റ് എ ടൈമിൽ പഠിക്കാൻ തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സീഡ് ഡയറക്ടർ ഷറഫുദ്ദീൻ പാക്യാര, CEO CA ഷഫീഖ്, ഓപ്പറേഷൻസ് മാനേജർ ഷഹീമ ഫിദ, ഓഫീസ് മാനേജർ ഫാത്തിമത്ത് ഫർസാന, ചീഫ് കോർഡിനേറ്റർ ഷബാന നിലർ, മീഡിയ കോർഡിനേറ്റർ അശ്വിനി മോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷമായി പിന്നോട്ടാണെന്ന് UDF വലിയപറമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ UDF വർഷങ്ങളായി പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണെന്ന് റിപ്പോർട്ട് സഹിതം അവർ ആരോപണമുയർത്തി. വനിതാ ഘടക പദ്ധതിയിൽ ഹരിതകർമ്മസേന വെസൽ യൂണിറ്റുകൾക്കായി 2023-24 വർഷം അനുവദിച്ച തുക വിനിയോഗിച്ചതിൽ ന്യൂനത ചൂണ്ടിക്കാട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതെന്നും ഇവർ പറഞ്ഞു. ഇതിനനുവദിച്ച 4.5 ലക്ഷം രൂപ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തതായി UDF നേതാക്കൾ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദികളെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും UDF ആരോപിച്ചു. 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇടയിലക്കാട്ടെ ബഡ് സ്കൂൾ 5 വർഷം പൂർത്തിയാകുമ്പോഴും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 10ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്തുവാൻ വലിയപറമ്പ് പഞ്ചായത്ത് പരിധിയിൽ തയ്യാറായിട്ടുള്ളത്. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുകയെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. എംപ്ലോയ്മെൻ്റ് വഴി അധ്യാപികയെ ഈ മാസം നിയമിച്ചെങ്കിലും ആയയുടെ നിയമനം നടത്തിയില്ല. പഞ്ചായത്തിൽ ഗതാഗത സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളുമൊന്നും ഈ ഭരണകാലത്ത് നടന്നില്ലെന്നും UDF നേതാക്കൾ ആരോപിച്ചു.
മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻഡ്മ കടത്തുബോട്ട് വർഷങ്ങളായി കട്ടപ്പുറത്താണെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്ത് UDF ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല, ജനറൽ കൺവീനർ K അശോകൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ, PK അബ്ദുൽ ഷുക്കൂർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ M അബ്ദുൽ സലാം, C ദേവരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് കണക്ക്. എന്നാൽ ഹെൽമറ്റിന്റെ വലിയ വില താങ്ങാനാവാത്തത് കാരണം പഴയവ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രികർ. അംഗീകാരമുള്ള ISI മുദ്ര പതിച്ച പഴയ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹന യാത്രയിൽ 2 യാത്രക്കാരും ഹെൽമറ്റ് വെക്കണമെന്നത് മോട്ടോർ വാഹന നിയമമാണെങ്കിലും അടുത്ത കാലത്ത് പരിശോധനയും നിരീക്ഷണ ക്യാമറയും വ്യാപകമായതോടെ ഹെൽമറ്റ് സർവീസ് ഗ്രാമങ്ങളിലും സജീവമായി. ഗ്ലാസ് മാറ്റിയിടുക, ക്ലിപ്പും അപ്ഹോൾസ്റ്ററിയും അറ്റകുറ്റപ്പണി നടത്തുകയോ മാറ്റിയിടുകയോ ചെയ്യുക എന്നതാണ് പാതയോരത്തെ സർവീസ് കേന്ദ്രങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത്. 100 രൂപ മുതൽ 500 രൂപ വരെ ചിലവഴിച്ചാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഹെൽമറ്റിന്റെ ചിൻസ്ട്രാപ്പ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ പോലും പിടികൂടി പിഴയടപ്പിക്കാൻ തുടങ്ങിയതോടെ ഹെൽമറ്റ് സർവീസ് കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിനെ ഭയന്നല്ല ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടത്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ചിന്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീപ നിശാന്തിന്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തക ചർച്ച നടന്നു. നയന MV പുസ്തക പരിചയം നടത്തി. തൃക്കരിപ്പൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീപ നിശാന്തിന്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തക ചർച്ച നടന്നു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ നയന MV ആണ് പുസ്തക പരിചയം നടത്തിയത്. സമകാലികമായി ഒരു പെൺകുട്ടി അവരുടെ കൗമാര കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ഓർമ്മകളുമാണ് ഈ പുസ്തകത്തിലൂടെ തുറന്നുകാട്ടുന്നതെന്ന് പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നയന MV പറഞ്ഞു. ചടങ്ങിൽ ഗ്രന്ഥശാല താലൂക്ക് കൗൺസിൽ അംഗം C സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യുവത കൺവീനർ ബിനേഷ് വിത്തൻ സ്വാഗതവും സജീവൻ MP നന്ദിയും പറഞ്ഞു. ദിവ്യ T, സനൂപ്, നമുത PK, ലൈബ്രറിയ നന്ദന PK എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൊസങ്കടി, കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ വിദ്യാർത്ഥി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇതോടൊപ്പം അധ്യാപകരെയും ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങും നടത്തി. കുട്ടികളെ ചെറുപ്പം മുതലേ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പരിചയപ്പെടുത്തുവാനുള്ള സംരംഭമായാണ് ഹൊസങ്കടി, കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടെടുപ്പ് നടത്തിയത്. രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറി. വിദ്യാർത്ഥി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത്. ഇതോടൊപ്പം അധ്യാപകരെയും ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Two important events of this academic year. One is officially we are hand over the responsibility of this students, council members and elected cabinet members for this academic year's important duties and responsibilities to be discharged very promptly, perfectly for the benefit of the growth of this school system. വിദ്യാർത്ഥി പാർലമെന്റിന്റെ പ്രാധാന്യം, നേതൃഗുണങ്ങൾ, ഉത്തരവാദിത്വം, അച്ചടക്കം എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വകുപ്പുകൾ അനുവദിക്കുകയും അതത് വർഷത്തെ സ്കൂൾ ഉത്തരവാദിത്വങ്ങൾ നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ശുചിത്വ മന്ത്രി, ലൈബ്രറി മെയിൻ്റനൻസ്, പ്രതിരോധ മന്ത്രി, ഭക്ഷ്യമന്ത്രി തുടങ്ങി വിവിധ വകുപ്പുകൾ കുട്ടികൾക്ക് നൽകി. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിദ്യാർത്ഥി നേതാക്കളും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു.
ഇതിലൂടെ അച്ചടക്കത്തിലും മറ്റ് കാര്യങ്ങളിലും വിദ്യാർത്ഥികൾ അധ്യാപകരെ സഹായിക്കും. സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ പ്രക്രിയയിലൂടെ കുട്ടികൾക്ക് രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രായോഗിക അനുഭവവും ലഭിക്കും. തുടർന്ന് സ്കൂൾ അധ്യാപകരെയും സ്കൂളിലെ എല്ലാ ജീവനക്കാരെയും അവാർഡുകളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല അവാർഡ് വിതരണം നിർവഹിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ലമുഗർ പള്ളത്തുപദവിലെ മുഹമ്മദ് ജലാലുദ്ദീനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം ബാളിയൂർ ഉജിരയിൽ നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി മുഹമ്മദ് ജലാലുദ്ദീനെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം SCM സംഘവും പട്രോളിംഗ് നടത്തുന്നതിനിടെ മുഹമ്മദ് ജലാലുദ്ദീൻ ഓടിച്ചിരുന്ന കാർ എത്തുകയായിരുന്നു. കാറിൽ മറ്റൊരാളുമുണ്ടായിരുന്നു. സംശയം തോന്നി പോലീസ് കൈ കാണിച്ചുവെങ്കിലും കാർ നിർത്താതെ പോയി. പോലീസ് പിന്തുടരുമ്പോൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നതിനിടെ ജലാലുദ്ദീനെ പിടികൂടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. കാർ പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. 4.27 ഗ്രാം MDMA മയക്കുമരുന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഓടിപ്പോയ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിടിയിലായ പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ നടിയിലും പച്ചക്കറി വിത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനവും നടന്നു. ബില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ ഇന്ദിരാനഗറിൽ നല്ലപാടം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ ഇന്ദിരാനഗറിൽ നല്ലപാടം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ നടിയിലും പച്ചക്കറി വിത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനവും നടന്നു. പ്രകൃതി വിഭവങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി. മണ്ണൊരുക്കൽ, വളമിടൽ, വിത്ത് വിതയ്ക്കൽ തുടങ്ങി ചെടികളുടെ വിവിധ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ചുള്ള വിശദമായ അറിവ് നൽകിക്കൊണ്ട് സ്കൂൾ നല്ലപാടം കോർഡിനേറ്റർ അഖില സംസാരിച്ചു. കുട്ടികൾ തങ്ങളുടെ കൈകൊണ്ട് മണ്ണൊരുക്കി വിത്ത് വിതച്ചപ്പോൾ അതവർക്ക് നവ്യാനുഭവമായി മാറി. നല്ലപാടം ക്ലബ്ബ് ഭാരവാഹികളായ രേഷ്മ, അനഘ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് കൺവെൻഷൻ പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് K. ജയറാം പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് രാജാക്കന്മാർ മാലിഖാൻ കൊടുത്തു. പണ്ട് രാജാക്കന്മാർ മുമ്പ് കൊടുത്തു. ഇങ്ങനെ ഈ അവർ അസിസ്റ്റന്റുമാരൊക്കെ ഈ സിൽബന്തികളായിരുന്നവർക്കല്ലോ മാലിഖാൻ എന്ന് പറഞ്ഞൊക്കെ ഒരു സംഖ്യ കൊടുത്തു. പക്ഷേ ഈ പെൻഷൻ സംവിധാനം, ഇങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പിന്നെ തുടങ്ങിയാണ്. ഇങ്ങനെ കുറെ സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ട് ഇവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു തുക എന്ന നിലയിൽ ഒരു സംഖ്യ കൊടുക്കുന്നത്. കേരളത്തിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെങ്ങനെ നമ്മളായെന്ന് നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഇപ്പൊ ചിലർ ചിന്തിക്കും ഇയാൾ തുടങ്ങിയല്ലോ പഴയ കഥ, പറയാതിരിക്കേണ്ട രക്ഷയില്ല. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളൊക്കെ പോലെ വളരെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ ഓർക്കുന്നു, നിങ്ങളെയും ഓർമ്മപ്പെടുത്തപ്പെടുന്നു എന്നതാണ് വസ്തുത. യൂണിറ്റ് പ്രസിഡന്റ് P. കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. പുതുതായി സംഘടനയിലേക്ക് അംഗത്വമെടുത്തവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പെൻഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക. 2024 ജൂലൈ മാസത്തിൽ നടപ്പിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കുക. മെഡിസെപ് പ്രീമിയം വർദ്ധിപ്പിക്കാതെ തന്നെ എല്ലാ പ്രധാന ആശുപത്രികളിലും ചികിത്സാ സൗകര്യം നടപ്പിലാക്കുക. ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് സെക്രട്ടറി K. ചന്ദ്രശേഖരൻ, V. കേളു മാസ്റ്റർ, V. വിലാസിനി, V. സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി M. V. ദാമോദരൻകുട്ടി സ്വാഗതവും M. ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കർഷക തൊഴിലാളി, അസംഘടിത തൊഴിലാളി, പുതിയ കണ്ടം യൂണിറ്റ്, പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ BMS യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടന്നു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാർഷിക തൊഴിലാളി, അസംഘടിത തൊഴിലാളി, പുതിയ കണ്ടം യൂണിറ്റ്, പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ BMS യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടന്നു. BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു.
ശിവപ്രസാദ് പുതിയകണ്ടം അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട്, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ടം, വാർഡ് മെമ്പർ MV മധു, വിനു പുതിയകണ്ടം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. അഖില പുതിയകണ്ടം സ്വാഗതവും തങ്കമണി പുതിയകണ്ടം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കാരാട്ടുവയൽ നാഗക്കാവ് പ്രതിഷ്ഠാ ദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. നാഗപഞ്ചമി ഉത്സവവും സംഘടിപ്പിച്ചു. വിശാലമായ വയൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാരാട്ടുവയൽ നാഗക്കാവ് 18ാം പ്രതിഷ്ഠാദിന ഉത്സവവും ഉത്തര കേരളത്തിൽ അപൂർവമായി നടക്കുന്ന നാഗപഞ്ചമി ഉത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ട് പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നത്. ഗണപതി ഹോമം, സർപ്പബലി, അഭിഷേകം, മഹാപൂജ തുടങ്ങിയ ചടങ്ങുകളും പാൽപായസം, ഇളനീർ അഭിഷേകം, പാലഭിഷേകം, നൂറും പാലും, പുഷ്പാഞ്ജലി, അണ്ണുക്കായ്, ചോറൂണ് തുടങ്ങിയ പ്രാർത്ഥനകളും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. അന്നദാന പ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നതിനായി അദാലത്ത് നടത്തി. ആദ്യ ദിനം 72 പരാതികൾ തീർപ്പാക്കി. കർണാടക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുത്തൻ വേദിയൊരുങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്കിലെ 1000 വനിതകൾക്ക് സൗജന്യ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സുമായി സീഡ് ഇന്റർനാഷണൽ. വ്യക്തിജീവിതത്തിലും കോഴ്സ് ഏറെ പ്രയോജനകരമാകുമെന്ന് അധികൃതർ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷമായി പിന്നോട്ടാണെന്ന് UDF. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് ഇത് വ്യക്തമാക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ലമുഗർ സ്വദേശി മുഹമ്മദ് ജലാലുദ്ദീനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.